അല്ലെങ്കിൽ ആ സൗദി അറേബ്യയിൽ കടന്നുപോയി. അല്ലെങ്കിൽ ആ ചെറുപ്രായത്തിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് ഇവിടെ പലർക്കും ആ 25 വയസ്സ് പ്രായമുള്ളവർ പലരുണ്ട് ഇവിടെ. അല്ലെങ്കിൽ സ്തോത്രം അതിൽ കുറവുള്ളവരുണ്ട്, അല്ലെങ്കിൽ അതിനോട് അടുത്ത് പ്രായമുള്ളവരുണ്ട്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, സൗദി അറേബ്യയിൽ പോയി സ്തോത്രം പോകാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു എന്ന് പറയേണ്ടതുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ എങ്ങനെയാണ് സൗദി അറേബ്യയിൽ പോയി ജീവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ബാവുച്ചാൻ ചോദിച്ചാൽ പറയും, ഇപ്പോൾ വേണമെങ്കിലും ബാവുച്ചാൻ പോകാൻ റെഡിയാ. അല്ലെങ്കിൽ കാരണം ആ ദേശത്ത് ആ മരുഭൂമിയിൽ ഞങ്ങൾ അനുഭവിച്ച ആത്മീയ സന്തോഷം എന്ന് പറയുന്നത് അത് ആരോടും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ ഗൾഫിലെ മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ എല്ലായിടത്തും ആത്മീയമായി വളരെ നല്ല കൂട്ടായ്മകളും അല്ലെങ്കിൽ നല്ല ആത്മീയമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അല്ലെങ്കിൽ അതിനേക്കാളെല്ലാം ഉപരിയായിട്ടുള്ള ഒരു ആത്മീയ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് ആ സൗദി അറേബ്യയില് ആ സ്വാതന്ത്ര്യമില്ലാത്ത ദേശത്ത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ കൂടിയായിട്ട്. 97 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 97 അതിന് ഭാവിച്ചാനൊക്കെ അതിനേക്കാളും ഒത്തിരി വർഷം മുമ്പ് എന്നാണ്. അല്ലെങ്കിൽ അവിടെ ആ സമയങ്ങളിലൊക്കെ സ്തോത്രം ഒരു ശ്വാസം വിടാൻ ഒരു കൂട്ടായ്മയൊക്കെ കൂടണമെങ്കിൽ അത്രയ്ക്കും ഭയത്തോടെ അല്ലെങ്കിൽ സ്തോത്രം ഒളിച്ചും പാത്തും ഒക്കെ അല്ലെങ്കിൽ പോകേണ്ട അവസ്ഥകളായിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിനൊക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കാൻ കൂടിയായിത്തീർന്നു. അല്ലെങ്കിൽ ഞങ്ങൾ 97 ഞങ്ങൾക്ക് അതിനുശേഷം ഞങ്ങൾക്ക് ഒരു 4-5 വർഷം കർത്താവ് ദാസനോട് ഒരുമിച്ചായിരിക്കും കർത്താവ് ഇടയാക്കി തീർത്തു. അല്ലെങ്കിൽ ഞങ്ങളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞങ്ങളെ ഒരു അപ്പൻ മക്കളെ വളർത്തുന്നത് ഞങ്ങളെ വളർത്തിയതോടെ. എനിക്ക് അതൊക്കെ പറയുമ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ ഞങ്ങൾ അവിടെ കണ്ടു. ഞങ്ങളെ പോലെ ഒത്തിരി പേരുണ്ടായിരുന്നു. ടിനുവിൻ്റെ മമ്മിയുടെ വിവാഹമൊക്കെ മമ്മിയുടെ വിവാഹമൊക്കെ നടന്ന സൗദി അറേബ്യയിൽ വെച്ച ആദ്യത്തെ വിവാഹമാണ്. കർത്താവിൻ്റെ ദാസൻ മുൻകൈ എടുത്തിട്ടാണ് ആ വിവാഹങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ നടത്തുവാൻ വേണ്ടിയായിത്തീർന്നത്. അല്ലെങ്കിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസങ്ങളെ കർത്താവ് നൽകി. വളരെ സ്ട്രിക്റ്റായിട്ട് ഞങ്ങൾ വ്യാഴാഴ്ച ആയിട്ടുണ്ടെങ്കിൽ ആ സഹോദരന്മാരെല്ലാവരും ബാച്ചിലേഴ്സ് ഫാമിലിയായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വ്യാഴാഴ്ച ജോലി കഴിയാൻ നോക്കിയിരിക്കും, എങ്ങനെയെങ്കിലും ഓടി വന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര എന്തോ ഉത്സവം പോലെ ഞങ്ങൾക്ക് അവിടെ. അല്ലെങ്കിൽ എല്ലാവരും കടന്നു വന്ന് വളരെ എല്ലാവരും ക്യാമ്പിലും അങ്ങനെ അക്കോമഡേഷനിലൊക്കെ കിടക്കുന്നവരാ. അല്ലെങ്കിൽ സ്തോത്രം ഒരു നേരത്തെ അല്ലെങ്കിൽ സ്തോത്രം ഭക്ഷണം അല്ലെങ്കിൽ സ്തോത്രം വളരെ രുചികരമായ ഭക്ഷണം അല്ലെങ്കിൽ ഉണ്ടാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയ. അന്ന് അമ്മാമ്മയില്ല അവിടെ, ബാവുച്ചാൻ മാത്രമേ അവർക്ക് ബാച്ചിലറായിട്ട് ബാവുച്ചാൻ താമസിക്കുക. അല്ലെങ്കിൽ സ്തോത്രം അദ്ദേഹം വരുന്ന എല്ലാ സഹോദരന്മാർക്കും ഭക്ഷണം ഉണ്ടാക്കി നല്ല മീൻകറി എല്ലാം ഉണ്ടാക്കി ഞങ്ങൾക്കെല്ലാം വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ഞങ്ങൾക്ക് തരും. അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് അവിടുന്ന് പോകാൻ ഞങ്ങൾക്ക് വളരെ വിഷമമാണ്. ഞങ്ങൾ പോകുന്നതൊക്കെ ചിലർ പോകുന്ന 12 മണിക്കാണ്. ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് നാൾ ഭാവിച്ചാൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അവിടെ താമസിച്ചത്. അക്സാമോളൊക്കെ തീരെ ചെറുതായിരുന്നു. 5 വയസ്സ് 6 വയസ്സ് ഇല്ല, 2.5 വയസ്സേ ഉള്ളൂ. 2.5 വയസ്സേ ഉള്ളൂ. പ്രിയ ബാവുച്ചാനാണ് ഒരു കൊച്ചുമോളെ പോലെ അവളെ വളർത്തുവാൻ തൊക്കെ വേണ്ടിയായിത്തീർന്നത്. ഹല്ലേലൂയ. പോകുന്നിടത്തെല്ലാം കൊണ്ടുപോവുകയും അവളെ കുളിപ്പിക്കുക, അങ്ങനെ എല്ലാ കാര്യം ഞങ്ങൾക്ക് ഡ്യൂട്ടിയാണേലും ബാവുച്ചാനായിരുന്നു നമ്മുടെ കാര്യങ്ങൾ നോക്കുകയും എല്ലാം ചെയ്ത്. അല്ലെങ്കിൽ ഒരു പിതാവിനെ പോലെ അവർക്കൊരു ഗ്രാൻഡ് ഫാദറിനെ പോലെ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പിതാവിനെ പോലെ ഒരു ആത്മീകമായ ഒരു സ്തോത്രം ഞങ്ങളെ ഒരു പത്യോപദേശത്തിൽ നടത്തുവാൻ, അല്ലെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കേണ്ടടുത്ത് വഴക്ക് പറയേണ്ടടുത്തൊക്കെ വഴക്ക് പറയും. അല്ലെങ്കിൽ സ്തോത്രം വളരെ സ്ട്രിക്റ്റാ. അങ്ങനെ നിങ്ങൾ അല്ലെങ്കിൽ സ്തോത്രം ഞങ്ങൾക്ക് അത് വളരെ സന്തോഷം. ഇപ്പോഴും അറിയാം, ഇപ്പം പല അന്നുണ്ടായിരുന്ന പലരും അല്ലെങ്കിൽ ഇപ്പോഴും കൂടാറും കാണാറും സംസാരിക്കാറും വിളിക്കാറും എല്ലാം ഉണ്ട്. സ്തോത്രം അവരോടെല്ലാം ഇപ്പോഴും വേണം ആവശ്യം വഴക്ക് പറയുകയും കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും. അല്ലെങ്കിൽ അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ അതാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ അത് അധികം ഉപയോഗിക്കാറില്ല. പക്ഷേ അല്ലെങ്കിൽ നിങ്ങളെയൊന്നും അങ്ങനെ വഴക്ക് പറയാറില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒതുക്കുക അതല്ല അങ്ങനെ. അല്ലെങ്കിൽ സ്തോത്രം കാരണം വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസമാകുന്നില്ല. ഞാനതെല്ലാം അങ്ങനെ ഒതുക്കിക്കൊണ്ട്. പക്ഷെ വാദിച്ചാലൊന്നും ആരുടെ മുഖം നോക്കത്തില്ലായിരുന്നു. എല്ലാവരെയും നല്ലോണം വഴക്ക് പറയും, നല്ലോണം ശാസിക്കുമായിരുന്നു. അല്ലെങ്കിൽ സ്തോത്രം അത് ആരാധനയ്ക്കകത്താണെങ്കിലും ആവശ്യമില്ലാത്ത ഒരു കാര്യം സംസാരിക്കാൻ ബാവുച്ച അനുവദിക്കത്തില്ല. അല്ലെങ്കിൽ ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യം അവിടെ ഇരുത്തുമായിരുന്നു. എനിക്ക് അനുഭവമുണ്ട്. അല്ലെങ്കിൽ സ്തോത്രം അവിടെ ഇരുത്തിയ സംഭവങ്ങൾ ബാവുച്ച ഓർക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഹല്ലേലൂയ അതിനൊന്നും ഒരു അവസരം കൊടുക്കത്തില്ലായിരുന്നു. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങളെ അവിടെ ആ സ്തോത്രം ഞങ്ങൾ ആത്മീയമായി ഞങ്ങളെ ആ ശിക്ഷണത്തിൽ കൊണ്ടുവന്നത്. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഇന്ന് ഞങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ആത്മീയമായ ജീവിതത്തിൽ ഹല്ലേലൂയ ക്ഷീണിച്ചു പോകാൻ ഞങ്ങളുടെ ഇടയായില്ല. പല പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, കഷ്ടതകൾ, ഞെരുക്കങ്ങളെല്ലാം ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതിൽ ബാധിച്ച കാര്യങ്ങളെല്ലാം പറയുന്നത് ഞങ്ങൾ അവിടെ ഉണ്ടായ സഹോദരന്മാർ എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി നിന്നതെന്ന് കർത്താവിന്റെ ദാസൻ അല്ലെങ്കിൽ നിങ്ങളെ ഓർപ്പിക്കും. പ്രിയ ദൈവമക്കളൊക്കെ പറയുന്നതിന് കാരണം
ഹല്ലേലൂയ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ഒന്നിനും മുട്ടില്ല, ഒന്നിനും കുറവില്ല. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് സമൃദ്ധി ദൈവം നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം ഹല്ലേലൂയ നമുക്ക് എപ്രകാരമാണ് നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മൾ ദൈവമായിട്ടുള്ള ദൈവത്തോടുള്ള സ്നേഹം, ദൈവ കൂട്ടായ്മകളോടുള്ള ബന്ധം അതിൽ നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീരട്ടെ. അതിൽ നിങ്ങളെ നിങ്ങൾക്കൊന്ന് ധൈര്യം നൽകാനും നിങ്ങളെ കുറച്ചുകൂടി ദൈവത്തോട് അടുക്കുവാൻ തക്കമാണ് ഞാൻ ഈ പറഞ്ഞത്. ഹല്ലേലൂയ.